നമസ്കാരം, വെൽക്കം ടു കെ എസ് മെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എഗെയിൻ കറൻ്റ്ലി റെലവൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ്. ദാറ്റ് ഈസ് വൺ നേഷൻ വൺ എലക്ഷൻ. ഇനി ഇന്ത്യ എന്നുള്ള രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പിലോട്ടോ എന്നുള്ളൊരു ചോദ്യം കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ പത്രമാധ്യമങ്ങളിലുണ്ട്, പാർലമെൻറ്റിലുണ്ട്, ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുന്നിലുണ്ട്, ഓഫ് കോഴ്സ് നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് നടക്കുന്നത്? ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ തുടങ്ങി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അറിവുകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വൺ നേഷൻ വൺ എലക്ഷൻ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. മുമ്പ് ഇൻഡിപെൻഡൻസിന് ശേഷം നടന്ന ആദ്യത്തെ എലക്ഷൻ മുതലുള്ള ഒരുപാട് എലക്ഷൻസ് ഒരൊറ്റ എലക്ഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്നുള്ളത് കൊണ്ട് എന്ത് എന്നറിയണമെങ്കിലും അവിടെ നിന്നൊന്ന് നമുക്ക് തുടങ്ങാം. അതായത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയും. കാരണം ഇവിടെ ഒരു 3 ടയർ ഗവൺമെൻറ് സിസ്റ്റം നമുക്കുണ്ട്, അല്ലേ? പാർലമെൻ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്, താഴെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ മൂന്നിലോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഇന്ത്യ എന്നുള്ള രാജ്യം എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇലക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ എക്കണോമിക് ആയാലും സോഷ്യലായുള്ള കാര്യങ്ങളായാലും പൊളിറ്റിക്കലായുള്ള കാര്യങ്ങളായാലും ഒക്കെ ചില ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിനെ ഒരു യൂണിഫൈഡ് എലക്ഷൻ എന്നുള്ള ചിന്തയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി സൈമൾട്ടേനിയസ് എലക്ഷൻ 51, 52, 57, 62, 67 ഒക്കെ എലക്ഷൻ സൈമൾട്ടേനിയസ് തന്നെയായിരുന്നു. ആൻഡ് പിന്നീട് ഒരു 67 ശേഷം 68, 69 കാലഘട്ടത്തിൽ ചില സ്റ്റേറ്റ് അസംബ്ലികൾ പിരിച്ചുവിടപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ പ്രസിഡന്റ് റൂള് വരുന്നു. അല്ലെങ്കിൽ 70 തുടങ്ങിയ 4th ലോക്സഭ മുതൽ ചില ലോക്സഭകൾ തന്നെ പ്രീമാച്ചുർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഈ എലക്ഷൻ സൈമൾട്ടേനിയസ് എന്ന രീതിയിൽ നിന്ന് പല പല സമയത്ത് നടക്കുന്ന ഇലക്ഷൻ എന്ന രീതിയിലോട്ട് മാറുകയാണ്. അവിടെ നിന്നാണ് ഈ ഇലക്ഷൻ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള സിസ്റ്റം മാറിപ്പോകുന്നത്. പിന്നെ 92 പഞ്ചായത്ത് രാജ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ശേഷം അതും വേറൊരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് തന്നെ 3 സമയങ്ങളിൽ ഈ 5 കൊല്ലം പീരീഡിൽ ഇലക്ഷൻ നടക്കും, അല്ലേ? ഇതിനൊക്കെ പുറമെയാണ് ബൈ ഇലക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇലക്ഷൻ നടക്കുന്ന ഒരു അവസ്ഥ എന്തുണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരുപാട് കമ്മിറ്റികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്ത്. ഇതിനു മുമ്പും അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു വൺ നേഷൻ വൺ എലക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അന്നെല്ലാം ഒരു ഭാഗം എതിർത്തു, അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചില റിപ്പോർട്ടുകൾ നമുക്കൊന്ന് കോട്ട് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. ഇപ്പോൾ ലോ കമ്മീഷൻ്റെ 170ാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതും ഈ ഒരു സൈമൾട്ടേനിയസ് അല്ലാത്ത ഇലക്ഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ലോക്സഭ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ മാത്രമായിരിക്കണം, അല്ലാതെ അത് റൂൾ ആവരുത്. മനസ്സിലായി? അതായത് എപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ഇലക്ഷൻ നടത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്, അതൊരു എക്സെപ്ഷൻ ആവുന്ന അവസ്ഥയിലോട്ട് ഇന്ത്യ മാറണം. ആൻഡ് പാർലമെൻറ്റിൻ്റെ പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മിറ്റിയും ഇതേ ഒരു റെക്കമെൻഡേഷനാണ് മുന്നോട്ട് വെച്ച് സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തണം. ആൻഡ് അപ്പോൾ ഇങ്ങനെ ഒരുപാട്, ഇതിന് പുറമെ നീതി ആയോഗിൻ്റെ വർക്കിംഗ് റിപ്പോർട്ട് വന്നു, അവരും ഇതേ കാര്യം തന്നെ മുന്നോട്ട് വെച്ചു, വൺ നേഷൻ വൺ ഇലക്ഷൻ വേണമെന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് 2023 ഒരു ഹൈ ലെവൽ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരുപാട് ലോ സ്ഫിയർ എന്നുള്ള ആൾക്കാരും ഗുലാം നബി ആസാദ് പോലെയുള്ള ആൾക്കാരും ഒക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുകയാണ്. ഹൈ ലെവൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് ഗവൺമെൻറ് 2024 അതായത് വൺ നേഷൻ വൺ ഇലക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരും റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിനെ അംഗീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു 129ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി ഇത്തരം ഒരു നീക്കത്തിന് മുന്നോട്ട് വരുന്നത്. അതായത് അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണോ, ഏത് തരം അമെൻമെൻറ്റ് വേണം, അതൊക്കെ നമുക്ക് സംസാരിക്കാം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പറഞ്ഞത്. കമ്മിറ്റി പറയുവാണ് എന്താണ്, ഇങ്ങനെ ഒരു മാറ്റം രാജ്യത്തിന് അനിവാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പാർലമെൻറ്റിൽ കാണുന്ന ഈ 129ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ പാർലമെൻറ്റിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 129ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലൊന്ന് സംസാരിക്കാം ആദ്യം, കാരണം അതിലെന്താണെന്ന് അറിയണമല്ലോ, എന്നിട്ടാണ് അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐഡിയ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി കാണും. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരു ദിവസത്തിലോട്ട് മാറ്റുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പീരീഡ് ഓഫ് 10 to 100 ഡേയ്സിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഐഡിയ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു 82A എന്നൊരു പുതിയ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്? ഇവിടെ ചില കൺസെപ്റ്റുകൾ ഞാൻ പറയും. സോ
കുറച്ച് ടെക്നിക്കലാണ്, പക്ഷേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന്, സൈമൾട്ടേനിയസ് ഇലക്ഷന് ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് ഇവരെ കാലാവധി ഒരുമിച്ച് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം, എന്നാലല്ലേ ഒരുമിച്ച് ഇലക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ 82A ആഡ് ചെയ്യുന്നതിന് ആദ്യത്തെ ഉദ്ദേശം ഇതാണ്. ദാറ്റ് ഈസ് ടേം ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആഫ്റ്റർ ദി അപ്പോയിന്റഡ് ഡേറ്റ് വിൽ ബി co-terminus with the term of the House of the People. This is the issue also. ഹൗസ് ഓഫ് ദ പീപ്പിൾ അഥവാ ലോകസഭയുടെ കാലാവധി തീരുന്ന സമയത്ത് നിയമസഭകളുടെ കാലാവധി തീരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിനെന്ത് ചെയ്യും? അതിനാണ് ഇവിടെ വൺ ടേം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് മീൻ ബൈ ദിസ് അപ്പോയിന്റഡ് ഡേറ്റ്? സോ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം, ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പ്രസിഡന്റ് ഒരു നോട്ടിഫിക്കേഷൻ വഴി ആദ്യത്തെ പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭ കൂടുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. ദാറ്റ് ഈ 82A പറയുന്ന കാര്യങ്ങൾ നടപ്പാവാൻ പോവാണ്. ആ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസത്തെ വിളിക്കുന്ന പേരാണ് അപ്പോയിന്റഡ് ഡേറ്റ്. ഇതോ ആ ജനറൽ ഇലക്ഷൻ കഴിയുന്നു, പാർലമെന്റിലോട്ട് കേട്ടോ, ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു, ജനറൽ ഇലക്ഷൻ കഴിയുന്നു, അതായത് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു, പാർലമെന്റിലോട്ട് എല്ലാവരും വരുന്നു, അവരെല്ലാവരും ഒരുമിച്ച് വരുന്ന ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നു, പ്രസിഡന്റ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ആൻഡ് ദാറ്റ് ഡേ അപ്പോയിന്റഡ് ഡേറ്റ് എന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നു. ആ അപ്പോയിന്റഡ് ഡേറ്റ് മുതൽ എന്നാണോ ലോകസഭയുടെ ടേം കഴിയുന്നത് അതിനനുസരിച്ച് ബാക്കി നിയമസഭകളുടെ എന്ത് ചെയ്യണം? ടേം അവസാനിക്കണം എന്ന രീതിയിലാണ് ആദ്യത്തെ മാറ്റം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. സോ ഇപ്പോൾ കേരള നിയമസഭ 2026 അല്ലേ അടുത്ത ഇലക്ഷൻ നടക്കുന്നത്. അതുപോലെ 2027 വരുന്ന സമയത്ത് അഗെയിൻ UP ഇലക്ഷൻ വരും, ഗുജറാത്ത് ഇലക്ഷൻ വരും. അപ്പോൾ ഇങ്ങനെ പല സമയങ്ങളിലാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഹരിയാന കഴിഞ്ഞു, മഹാരാഷ്ട്ര കഴിഞ്ഞു, കാശ്മീർ കഴിഞ്ഞു, ജാർഖണ്ഡ് കഴിഞ്ഞു. അപ്പോൾ പല സമയത്ത് നടക്കുന്ന ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുവാണ്? ഒരു അപ്പോയിന്റഡ് ഡേറ്റ് മുതൽ എന്നാണോ ലോകസഭയുടെ കാലാവധി കഴിയുന്നത് അന്ന് വരെ ഈ പറയുന്ന എല്ലാ നിയമസഭയുടെ കാലാവധി അന്ന് കഴിയണം. അതാണ് അപ്പോയിന്റഡ് ഡേറ്റിൻ്റെയും co-terminationൻ്റെയും പിന്നിലുള്ള ഐഡിയ. ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു. ദെൻ വാട്ട് ഈസ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ? സൈമൾട്ടേനിയസ് ഇലക്ഷനും ആർട്ടിക്കിൾ 82A അടിയിൽ കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ജനറൽ ഇലക്ഷൻ ഹെൽഡ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഹൗസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഓൾ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ടുഗദർ. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷനും ലോകസഭയിലോട്ട് ഇലക്ഷനും ഒരു സമയം നടത്തുക എന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതും ഈസി ആയിട്ടുള്ള ടേമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. 3, ഇവിടെ പ്രസിഡന്റിനെയും ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷനും കുറച്ച് അധികാരം കൊടുക്കുന്ന, പ്രസിഡന്റിന് കുറച്ച് അധികാരം കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ കൂടെ 82A അടിയിലുണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണത്? ദാറ്റ് president may extend the election of a state with the recommendation of the election commission, but term will be co-terminus with the house of the people. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടേം നീട്ടാൻ വേണ്ടി പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കാം വിത്തൗട്ട് ഇവൻ കണ്ടക്ടിങ് ഇലക്ഷൻ. അതായത് ഇലക്ഷൻ നടത്തുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുക്കാം, ആ ടേം ഒന്ന് നീട്ടിക്കോളൂ, സോ ദാറ്റ് അവരുടെ ടേം എവിടെ തീരും? ഹൗസ് ഓഫ് ദ പീപ്പിളിൻ്റെ കൂട്ടത്തിൽ തീരണം. അപ്പോൾ അവിടെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അങ്ങനെ ഒരു ടേം നീട്ടാൻ വേണ്ടി, ഇലക്ഷൻ നടത്താതിരിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നു. സോ ഇത് വേറെ സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടു കാണാം. ലൈക്ക് പ്രസിഡന്റ് റൂൾ വരുന്ന സമയത്ത് ആഫ്റ്റർ 1 ഇയർ ഇഫ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം. അത് ഒരു എക്സെപ്ഷണൽ കേസാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 356 എന്നുള്ള പ്രസിഡന്റ് റൂൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സമയമാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഒരു നോർമൽ സമയത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തുകൊണ്ട് പ്രസിഡന്റിനെ കൊണ്ട് ടേം എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുകയാണ്. സോ വെദർ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ മാറ്റം കാണാം. ദാറ്റ് ഈസ് അമെൻഡിങ് ആർട്ടിക്കിൾ 83. ആർട്ടിക്കിൾ 83 അമെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണ്, ആൻഡ് വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൾസോ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, where the house of the people is dissolved sooner than the expiry of its full term. അപ്പോൾ ഇവിടെ 3 ടേമുകൾ എന്നുണ്ട്. ഒന്ന് ഫുൾ ടേം. ഫുൾ ടേം മീൻസ് നിങ്ങൾക്കറിയാം ലോകസഭയുടെയും നിയമസഭകളുടെയും എല്ലാം ഫുൾ ടേം എന്ന് പറയുന്നത് അൺലെസ് അതെല്ലാം ഒരു ടെമ്പററി ഹൗസ് ആയതുകൊണ്ട്, സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവ് ഇറ്റ് ഈസ് 5 ഇയർ. അപ്പോൾ ഈ 5 ഇയർ ടേമിനെയാണ് ഈ അമെൻമെൻറ്റിനകത്ത് ഫുൾ ടേം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആ ഒരു 5 ഇയർ ടേം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാരണവശാൽ മേ ബി നോ കോൺഫിഡൻസ് മോഷൻ വന്നിട്ടായിരിക്കാം, മേ ബി പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പ്രസിഡന്റ് പിരിച്ചുവിട്ടപ്പെട്ടിട്ടായിരിക്കാം, ഒരു തൂക്ക് സഭ വന്നുകൊണ്ടായിരിക്കാം, എനിത്തിങ്, എന്ത് കാരണം കൊണ്ടായാലും ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ ഈ 5 കൊല്ലത്തിന് മുമ്പ് പിരിച്ചുവിടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള സമയത്ത് വിളിക്കുന്ന പേരാണ് അൺഎക്സ്പയർഡ് ടേം. എന്താണ് അൺഎക്സ്പയർഡ് ടേം? എക്സ്പയർ ആവാത്ത സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം കൂടെ നിങ്ങളോട്ട് മനസ്സിലോട്ട് വെച്ചോ. അപ്പോൾ പറയട്ടെ ബാക്കി. ദ ന്യൂ ഹൗസ് ഓഫ് ദി പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പെർസ്യൂവന്റ് ടു ഇലക്ഷൻ ഒക്കേഷൻ ബൈ സച്ച് ഡിസൊല്യൂഷൻ
unless sooner dissolved shall continue for such period as it is equal to the unexpired term of the immediate preceding house. So very important. എന്താ നിങ്ങൾക്ക് അറിയാം, ഇപ്പം നിലവിൽ ലോക്സഭ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടപ്പെട്ടാലോ നിയമസഭ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടപ്പെട്ടാലോ ഒക്കെ പുതിയതായിട്ട് വരുന്ന സഭയ്ക്ക് ഫുൾ ടേം കിട്ടും അല്ലെ, 5 കൊല്ലം എന്നുള്ള കാലാവധിയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഏതെങ്കിലും സാഹചര്യവശാൽ ഇങ്ങനെ ഒരു മുഴുവൻ ടേം പൂർത്തിയാക്കാൻ ലോകസഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇലക്ഷൻ നടന്ന് ഈ അൺഎക്സ്പയർഡ് ടേമിലോട്ട് മാത്രമേ ആ സഭ കണ്ടിന്യൂ ഉള്ളൂ. അതായത് 5 കൊല്ലം പീരീഡ് കിട്ടില്ല. സോ ദാറ്റ് ആ അൺഎക്സ്പയർഡ് ടേം കഴിയുമ്പോൾ വീണ്ടും രാജ്യത്ത് ഒരു ഇലക്ഷൻ നടത്താൻ പറ്റും. ആൻഡ് ദി ഇലക്ഷൻ constituting for the House of the People for its unexpired term shall be referred to as mid-term election. So ഒരു പുതിയൊരു ഇലക്ഷൻ സിസ്റ്റം ഇന്ത്യയിലോട്ട് കൊണ്ടുവരാണ്, ദാറ്റ് ഈസ് mid-term election. എന്തിനാണ് മിഡ് ടേം ഇലക്ഷൻ? ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടപ്പെടുന്ന ഡിസോൾവ് ചെയ്യപ്പെടുന്ന ലോകസഭയ്ക്ക് ബാക്കിയുള്ള സമയം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഇലക്ഷൻ നടത്തുന്നു. അതൊരു ഫ്രഷ് ഇലക്ഷൻ ആയിരിക്കും, ജനറൽ ഇലക്ഷൻ ആയിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് ഫോർ ദി അൺഎക്സ്പയർഡ് ടേം. ആൻഡ് ദിസ് പ്രൊവിഷൻ ഈസ് എക്സ്റ്റെൻഡിങ് ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അണ്ടർ ആർട്ടിക്കിൾ 172. അപ്പോൾ ഇപ്പം ഞാൻ 83 പറഞ്ഞ അതേ മാറ്റം നിയമസഭകൾക്ക് എവിടെ കൊണ്ടുവരുന്നു? 172ൻ്റെ അകത്ത് വരുന്നു. അവിടെയും ഒരു നിയമസഭ പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നീട് അൺഎക്സ്പയർഡ് ടേമിലോട്ട് മാത്രമേ പുതിയ സഭയുണ്ടാവുള്ളൂ. ആൻഡ് ദിസ് അൺഎക്സ്പയർഡ് ടേം എന്തിനു വേണ്ടിയിട്ടാണ്? ടു സോ ദാറ്റ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ വരാൻ. സോ അവിടെ വരേണ്ട നിങ്ങളുടെ ഒരു പിക്ചർ ഇതാണ്. എല്ലാ ഇലക്ഷനും എന്തിനു വേണ്ടി ക്രമീകരിക്കുന്നു? സോ ദാറ്റ് ഈ സഭകളെല്ലാം എന്നാണോ ഹൗസ് ഓഫ് ദി പീപ്പിളിൻ്റെ ടെന്യൂർ കഴിയുന്നത് ആ സമയത്തോട്ട് ബാക്കി എല്ലാ സഭകളുടെയും എന്ത് കഴിയണം? ടേം കഴിയണം. ഇതാണ് ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. വെദർ ഹൗസ് ഓഫ് ദ പീപ്പിളിൻ്റെ ടേമിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിയമസഭകളുടെ ടേമിനെ ക്രമീകരിക്കാൻ പറ്റുമോ? വെദർ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ, വെദർ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി ഫെഡറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് കൺട്രി. നമുക്കതൊന്ന് വിശദമായിട്ട് കാണാം. വൺ മോർ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റം വരാൻ പോകുന്നത് ആർട്ടിക്കിൾ 327 നിങ്ങൾക്കറിയാം 324 മുതൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പവേഴ്സായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ ഇലക്ഷനിൽ ഇടപെടാനുള്ള അധികാരങ്ങളെ പറ്റിയുള്ള ഭാഗമാണ്. സോ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യനും വെദർ ഇങ്ങനെ ഒരു അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ ഇലക്ഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അധികാരം പാർലമെൻറ്റിനുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട് കേട്ടോ ആക്ച്വലി. സോ ആർട്ടിക്കിൾ 327 നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, വിച്ച് ഈസ് ആക്ച്വലി പാർലമെൻറ്റിന് ചില അധികാരങ്ങൾ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ, വെദർ ഇറ്റ് ഈസ് പാർലമെൻറ്റ്, വെദർ ഇറ്റ് ഈസ് ലെജിസ്ലേച്ചർ, അത് ബൈക്യാമറലായിക്കോട്ടെ, ദെൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓൾസോ, പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയമ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ത് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിന് കൊടുക്കുകയാണ്. അതിപ്പോൾ ഇലക്ടറൽ റോൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ അധികാരങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റിനാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 327. സോ ആർട്ടിക്കിൾ 327 ഒരു മാറ്റം കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് ആഫ്റ്റർ വേർഡ് ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ദി വേർഡ്സ് കണ്ടക്ട് ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ ഷാൾ ബി ഇൻസേർട്ടഡ്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞോ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ, ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ആഫ്റ്റർ ദാറ്റ് വൺ മോർ വേർഡ് ഈസ് ബീങ് ആഡഡ്. അതായത് ദാറ്റ് ഈസ് കണ്ടക്ട് ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ. ഒരുമിച്ച് ഇലക്ഷൻ നടത്തുന്നതിനുള്ള അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരാനുള്ള അധികാരം കൂടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വെസ്റ്റ് ചെയ്യുവാണ് എന്നുള്ളതാണ് 327 വരാൻ പോകുന്ന മാറ്റം. ആൻഡ് there is a general term at the end of the article 327, that is anything which is required for the constitution of these legislatures parliament ചെയ്യാം. അപ്പോൾ പാർലമെൻറ്റ് ലെജിസ്ലേച്ചേഴ്സ്, വെദർ ഇറ്റ് ഈസ് പാർലമെൻറ്റ്, വെദർ ഇസ് സ്റ്റേറ്റ്, അതൊരു വലിയ അധികാരമാണ്. അവിടെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം. അപ്പോൾ ഈ കൊണ്ടുവരുന്ന അമെൻമെൻറ്റ് വിച്ച് ഇസ് നോട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആസ് അധികാരം വെച്ച് നോക്കുന്ന സമയത്ത്, ആൻഡ് അതിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് വെദർ വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ഫെഡറലിസം എന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഇതങ്ങ് ഒറ്റയടിക്ക് മാറ്റാൻ പോവാണോ? 26 ശേഷം അല്ലെങ്കിൽ 29 ഇലക്ഷൻ വരുന്ന മുതൽ ഇങ്ങനൊരു വൺ നേഷൻ വൺ ഇലക്ഷൻ ആണോ എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. അവിടെയാണ് അറിയേണ്ടത്, ആസ് ഹൈ ലെവൽ കമ്മിറ്റി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ വന്ന ഹൈ ലെവൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ആ ഒരു ഫേസ് വൈസ് ട്രാൻസിഷൻ തന്നെയാണ് ഇവിടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യത്തെ ഫേസിൽ നിയമസഭയിലോട്ടും ലോകസഭയിലോട്ടുള്ള ഇലക്ഷൻ ഒരു ദിവസം നടത്തും. അതായത് നിങ്ങൾ പോളിംഗ് ബൂത്തിലോട്ട് പോകുമ്പോൾ രണ്ട് വോട്ടിംഗ് യന്ത്രം അവിടെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് രണ്ടിലും വോട്ട് ചെയ്യാം. ആൻഡ് എന്ത് ചെയ്യുന്നു, ഒന്ന് MLA തിരഞ്ഞെടുക്കാൻ, ഒന്ന് MP തിരഞ്ഞെടുക്കാൻ. ആൻഡ് ഫേസ് 2 അടുത്ത ഘട്ടത്തിൽ മാത്രം എന്ത് ചെയ്യൂ, ഈ കൂട്ടത്തിലോട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടെ കൊണ്ടുവരും. അതായത് ഇവിടെ ഒന്നും കൂടെ ഉണ്ടാവും. അവിടെ ഒന്നല്ല ഉണ്ടാവും, അവിടെ ആക്ച്വലി നിങ്ങൾക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലോട്ടുള്ള നിങ്ങൾ വോട്ട് ചെയ്യേണ്ടി വരും, ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് വോട്ട് ചെയ്യേണ്ടി വരും,
ജില്ലാ പഞ്ചായത്തിലോട്ട് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലോട്ട് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോർപ്പറേഷനിലോട്ട് വോട്ട് ചെയ്യുന്ന പോലെയുള്ള സിസ്റ്റം. അതായത് ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി ഇതിലോട്ട് കൊണ്ടുവരുന്നത് സെക്കൻഡ് ഫേസിലായിരിക്കും. അവിടെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പോലെ ഒരു 100 ദിവസത്തിൻ്റെ ഉള്ളിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടെ കഴിയുന്ന രീതിയിലായിരിക്കും ഈ സിസ്റ്റത്തെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഒരു ഡൗട്ട് ഇതായിരിക്കും നിങ്ങൾക്ക്, അങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഒരു യൂണിഫോംഡ് ഇലക്ട്രൽ റോൾ വേണ്ടേ? യെസ്, അതും ഈ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റമാണ്. ഇന്ത്യ മൊത്തമായിട്ട് ഒരു സിംഗിൾ ഇലക്ട്രൽ റോള് കൊണ്ടുവരും. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റെക്കമെൻഡേഷൻ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിട്ട് ചേർന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യ മൊത്തം നമുക്ക് എല്ലാവർക്കും ഒരു ഇലക്ട്രൽ ഐഡൻറ്റിറ്റി കാർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ഐഡൻറ്റിറ്റിയും ഇതുമായിട്ട് കൊണ്ടുവരും. ഈ രണ്ട് മാറ്റങ്ങൾ, ഒരു സിംഗിൾ ഇലക്ട്രൽ റോൾ എന്നുള്ള ഐഡിയയും ഒരു സിംഗിൾ വോട്ടിംഗ് ID എന്നുള്ള കാര്യവും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതുകൂടെ കൂട്ടത്തിൽ പറഞ്ഞു വന്നേ ഉള്ളൂ. സോ അതിനും അമെൻമെൻറ്റ് വേണം, കാരണം ഇലക്ഷൻ കമ്മീഷന് കുറച്ച് അധികാരങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ലോക്കൽ ബോഡി എന്നുള്ളത് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് എന്നുള്ളത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട കാര്യമായതുകൊണ്ട് അണ്ടർ ഷെഡ്യൂൾ 7 അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വിച്ച് ഈസ് റിക്വയറിംഗ് ദി റാറ്റിഫിക്കേഷൻ ബൈ ദി അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ വരും. അപ്പോൾ അതും നമുക്ക് ചർച്ച ചെയ്യാം, വെദർ ഇത് പാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ അറിയണമല്ലോ. അതും നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ ഒപ്പം നിൽക്കുക. ഓക്കെ. ആൻഡ് ഇവിടെ അറിയേണ്ട വേറൊരു കാര്യം, ഇതിനെ ഫേവർ ചെയ്തുകൊണ്ടും ഇതിനെ എതിർത്തുകൊണ്ടും കുറേ ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇലക്ഷൻ റീഫോം ആണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അതേ സമയം തന്നെ വളരെ ജെന്യുവിൻ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ എതിർപ്പുകളും ഇതിനെതിരെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ വെദർ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് സൈഡും അറിയേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് എങ്കിൽ മാത്രമേ നമുക്കൊരു ഒപ്പീനിയൻ രൂപപ്പെടുത്താൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു കാര്യം പറയേണ്ട, നമ്മുടെ എല്ലാം ഒപ്പീനിയന് വേണ്ടിയിട്ട് ഇത് തന്നിരുന്നു. ആൻഡ് ഒരു 20-30,000 ആൾക്കാർ മാത്രമേ ഒപ്പീനിയൻ പറഞ്ഞുള്ളൂ. ആൻഡ് അതിൽ ഓൾമോസ്റ്റ് 80% ഓഫ് ഇന്ത്യൻസും ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്ന വാദം. അപ്പോൾ ഇത്ര കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ ഇത്ര പേര് അഭിപ്രായമേ എടുത്തു എന്നുള്ളത് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ്, നമ്മൾ സിറ്റിസൺസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ്, നമ്മളത് എത്ര പേര് അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്. ആൻഡ് ഗവൺമെൻറ് ഇതിന് വെക്കുന്ന വലിയൊരു വാദം ഇതാണ്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിഭാഗങ്ങളും ഇതിന് സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു 47ഓളം പൊളിറ്റിക്കൽ പാർട്ടികളിൽ കൺസൾട്ട് ചെയ്തതിൽ 32ഓളം പാർട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്ന വാദം. അതേപോലെ അസോചാം പോലെയുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ബാക്കി എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയുടെ വേരിയസ് ഏരിയകളിൽ നിന്നുള്ള സപ്പോർട്ട് ഇതിനുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്ന ഒരു വാദം. അപ്പോൾ അതവിടെ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇത് കൊണ്ടുവരാൻ വേണ്ടി വെക്കുന്ന, അതിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള വാദങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഈസ് എക്സ്പെൻസീവ് എലക്ഷൻ എന്നുള്ളതാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വാദം. അതായത് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു, രാജ്യസഭ ഇലക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ നിയമസഭകളിലോട്ടുള്ള ഇലക്ഷൻ നടക്കുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു എക്സ്പെൻഡിച്ചർ, അതിപ്പോൾ ഇലക്ഷൻ നടത്തുന്നതിനുള്ള എക്യുപ്മെൻറ്റുകൾക്കായാലും അല്ലെങ്കിൽ VVPATകൾക്കായാലും ഈ പറയുന്ന ഈ ആൾക്കാരെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നതിലായാലും വാഹനങ്ങൾക്കായാലും ഒക്കെ ഒരുപാട് ചിലവ് ഇതിനു വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്ന വാദം. ആൻഡ് ഇതിനൊക്കെ പുറമെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിൽ മുടക്കുന്ന പൈസ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലരൊക്കെ ഓൾമോസ്റ്റ് 1% ഓഫ് ഇന്ത്യൻ GDP വരും എന്നുള്ളതാണ് പറയുന്ന വാദം. പക്ഷേ കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു 0.1% ഒക്കെ ലാഭം അല്ലെങ്കിൽ മാത്രമേ ഇതുവഴി ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്, വിച്ച് ഈസ് ഇന്ത്യയുടെ GDPയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷന് വേണ്ടി മുടക്കാവുന്ന ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു തുകയാണ് എന്ന് എതിർവാദം ഉന്നയിക്കുന്നവരുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കൊണ്ടുപോകുന്ന സമയം പല രൂപത്തിൽ കാണും. അതായത് ഒരു തരത്തിൽ നമ്മുടെ സിസ്റ്റത്തെ അങ്ങ് ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം എലക്ഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ് വാദം. അതായത് ഇവിടെ എക്കണോമി ഇതിനനുസരിച്ച് പ്രതികരിക്കേണ്ടി വരുന്നു, നമ്മുടെ ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനനുസരിച്ച് പ്രതികരിക്കേണ്ടി വരുന്നു, നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസികൾ ഇതിനനുസരിച്ച് മാറേണ്ടി വരുന്നു, ഗവൺമെൻറ്റുകളുടെ ഫ്രീ ബി സിസ്റ്റം ഇതിനനുസരിച്ച് മാറേണ്ടി വരുന്നു. അങ്ങനെ എല്ലാം എലക്ഷൻ അനുസരിച്ച് എലക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ള വലിയൊരു എന്താ പറയുക എതിർവാദം ഈ പറയുന്ന ഡിഫറൻ്റായി നടക്കുന്ന എലക്ഷൻസിനെതിരുണ്ട്. അപ്പോൾ ഇത്ര വലിയ സമയം എടുക്കുന്നു ആൻഡ് ആ സമയം വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് വാദം. ആൻഡ് അതുപോലെ തന്നെ
ഇതിനോട് കൂട്ടി വായിക്കാവുന്നതാണ് മാൻ പവർ. ഒരുപാട് ഗവൺമെൻറ് ബ്യൂറോക്രസി ഇതിലോട്ട് ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മാത്രമല്ല ഹ്യൂജ് ഡിപ്ലോയ്മെൻറ്റ്, അത് ഫോഴ്സസ് ആവാം, നമ്മുടെ സ്കൂളുകൾ ഇലക്ഷന് വേണ്ടി പോകുന്നു, നമ്മുടെ ഈ പറയുന്ന ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഇതിനനുസരിച്ച് പോകുന്നു, ആർമി പോകുന്നു, പോലീസ് പോകുന്നു, എന്തിന് ക്യാബിനറ്റ് മന്ത്രിമാർ വരെ ഇലക്ഷൻ പര്യടനത്തിലായിരിക്കും. കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇതിനെ എതിർത്തുള്ള ചോദ്യം എന്താ, ഈ പറയുന്ന ഡിപ്ലോയ്മെൻറ്റ് എന്നുള്ളത് അതൊരു ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ മന്ത്രിമാർ പര്യടനത്തിന് പോകുന്ന കുറച്ചാൽ പോരെ എന്നുള്ള എതിർവാദം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതൊരു ചോയ്സ് ആണ് അല്ലേ. എത്ര പേര് പര്യടനത്തിന് പോകുന്ന സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നതൊക്കെ പരിഗണിച്ചാൽ പോരെ എന്നുള്ള എതിർവാദവും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പരിഗണിക്കണം. ആൻഡ് അതുപോലെ തന്നെ MCC അല്ലെങ്കിൽ നിങ്ങൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത് ഒരു ടേം നിങ്ങൾ കേട്ട് കാണും. ഇന്ത്യയിൽ എപ്പോഴും MCC ഉണ്ടെന്നാണ് നമ്മൾ തമാശയ്ക്ക് പറയുക. അതായത് ഏതൊരു ഇലക്ഷന് മുമ്പും ഇലക്ഷൻ കമ്മീഷൻ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് മുന്നോട്ട് വയ്ക്കും. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് ഒരു ഹോൾഡ് അല്ലെങ്കിൽ അത് തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി പോലും ഒരു പ്രസംഗത്ത് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. എന്ത് സ്കീം നടപ്പാക്കിയെന്ന് നോക്കുന്ന സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ചലരായി സോ ദാറ്റ് ഞങ്ങൾക്ക് ഇത് നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് ബ്യൂറോക്രസിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു മറുപടി കിട്ടുന്നു. അപ്പോൾ പുതിയ പോളിസി കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ നോർമൽ പബ്ലിക് ലൈഫിന് ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നു. കാരണം എന്തൊക്കെയോ ഗവൺമെൻറ് ആക്ടിവിറ്റികൾ ഇലക്ഷന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെയർ സർവീസുകളിൽ ഈ മാറ്റം വരുന്നു. കാരണം പുതിയ പ്രൊജക്റ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷനിലെല്ലാം നമ്മളെല്ലാവരും കാണുന്ന അല്ലെ, ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും പേര് പറഞ്ഞത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോകും. പക്ഷെ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കില്ല, കാരണം MCC ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പുറമെ വോട്ടേഴ്സ് ഫെറ്റിക്, അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ പറയുന്ന ഒരു പേര് പോളിസി പാരാലിസിസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നേടാൻ വേണ്ടി ഗവൺമെൻറ് പറയുന്ന ആദ്യത്തെ വാദം. എൻ്റെയർ പോളിസി ഇതിന് വേണ്ടി പാരലൈസ്ഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ വോട്ടേഴ്സ് ഫെറ്റിക് ഉണ്ടാവുന്നു. പലപ്പോഴായിട്ട് ഇലക്ഷൻ നടത്തുമ്പോൾ ജനങ്ങൾക്കൊരു വോട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ടേഴ്സ് ഫെറ്റിക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാന വാദം. അപ്പോൾ ഇതിനെ എതിർക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കേരള ഇലക്ഷൻ പോലെയുള്ള ഇലക്ഷൻസിൽ 74-75% വോട്ടർ ടേൺ ഔട്ട് വരുന്നു. അത് ഈ ജനറൽ ഇലക്ഷൻ്റെ കൂട്ടത്തിലല്ലല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ജനറൽ ഇലക്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നതാണ് ഇപ്പോൾ ലൈക്ക് ആന്ധ്രയിലെ ഇലക്ഷനൊക്കെ അല്ലേ. അപ്പോൾ ആന്ധ്രയിലെ ഇലക്ഷനൊന്നും അങ്ങനെ ഒരു വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് കാണുന്നില്ലല്ലോ, കമ്പയറിങ് ബാക്കിയുള്ള സ്റ്റേറ്റ് ഇലക്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതൊരു വ്യക്തമായിട്ട് ഡാറ്റ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോയിൻ്റാണ്. കാരണം ഇതല്ലാത്ത സമയത്തും ഇലക്ഷൻ ഏകദേശം ഇതേ വോട്ടർ ടേൺ ഔട്ട് തന്നെയാണുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഗവേണൻസിൽ കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കാൻ കാരണം ഈ പറയുന്ന ഡിഫറെൻറ്റ് ഇലക്ഷൻസ് ആണ്. എപ്പോഴും ഇലക്ഷൻ നടത്തുന്നത്, ഇനിയൊരിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് തിരിച്ചടി കിട്ടിയ മഹാരാഷ്ട്രയിലെ റൂളിംഗ് ഗവൺമെൻറ് തിരിച്ചു വരുന്ന സമയത്ത് ലക്കി ബഹം പോലെയുള്ള സ്കീമുകൾ കൊണ്ടുവന്നുകൊണ്ട് പിന്നെയുള്ള നിയമസഭാ ഇലക്ഷനെ തങ്ങൾക്ക് ഫേവറാക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് എടുത്തത്. സോ ഈ കണ്ടിന്യൂസ് ഇലക്ഷൻസ് ഗവൺമെൻറ്റുകളെ ഷോർട്ട് ടേം പോളിസികളിലോട്ട് കൊണ്ടുപോകും. സോ ദാറ്റ് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം മോശം സിറ്റുവേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു വാദം. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അത് വൺ നേഷൻ വൺ ഇലക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ വാലിഡ് പോയിന്റുകൾ ഓപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നിങ്ങൾ ആ ഡിബേറ്റ് എല്ലാം കണ്ടു കാണും. സോ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ചോദ്യം തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യപ്പെടണം. കാരണം ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. കാരണം ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടെന്യൂർ ലോകസഭയ്ക്ക് വേണ്ടി മാറ്റുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് കൊടുത്തിരിക്കുന്ന ടെന്യൂറാണ് ഈ 5 കൊല്ലം എന്നുള്ളത്. അപ്പോൾ ആ 5 കൊല്ലത്തെ ഒരു ലോകസഭയുടെ ഇലക്ഷന് വേണ്ടി നമ്മൾ ചുരുക്കുന്നു. പക്ഷെ ഇതിനെ എതിർത്ത് പറയുന്നുണ്ട് ഇതൊരു വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കും കിട്ടുന്ന 5 കൊല്ലം തന്നെയാണ്, ലോകസഭയും കിട്ടുന്ന 5 കൊല്ലം തന്നെയാണ്, വിച്ച് ഇസ് ട്രൂ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ ഏതെങ്കിലും ഒരു നിയമസഭ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ടേം തീരുമാനിക്കുന്നത് ശരിക്കുള്ള ലോകസഭയുടെ ടേം ആണ് എന്നുള്ള വലിയൊരു പ്രശ്നവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ചോദ്യം. 2, ഫെഡറലിസം. നമുക്കറിയാം ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ രാജ്യമാണ്, ശരിയാണ്. യൂണിയന് കുറച്ചധികം അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെഡറൽ സിസ്റ്റം തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ആൻഡ് ദ വേർഡ് ഫെഡറൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ പക്ഷേ എങ്കിലും ഫെഡറലിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് ഫീച്ചർ തന്നെയാണ്. അതിനെതിരാണ് ഈ മൂവ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം സംസ്ഥാനങ്ങളുടെ പോലും അനുമതി വേണ്ട ഈ അമെൻമെൻറ്റ് നടപ്പാക്കാൻ
എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ ജനങ്ങളെ എലക്ട് ചെയ്ത ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇതുവഴി ഇല്ലാതാകും എന്നുള്ളത് തന്നെ വലിയ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രിസഭ ഉണ്ടാവൂ. സോ അസംബ്ലി ഇല്ലാതാകുന്ന സമയത്ത് പിന്നെ ഒരു താൽക്കാലിക പീരീഡിലോട്ട് മാത്രമേ മന്ത്രിസഭയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിയമസഭ ഇല്ലാതാക്കപ്പെടുന്ന വഴി ഡെമോക്രാറ്റിക്കലി ജനങ്ങൾ ചൂസ് ചെയ്തൊരു ഗവൺമെൻറ് കൂടെയാണ് ഇല്ലാതാവുക എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ വരുന്നു, വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ഫെഡറലിസം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന അധികാരങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലേ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് എന്താ പറയുക സംസാരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യണം. ലൈക്ക് VVPAT ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയിൽ ഒരുമിച്ച് ഇലക്ഷൻ നടത്താൻ വേണ്ടിയുള്ള സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇലക്ഷൻ ഡേറ്റ്, ഇതിലൊക്കെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വിച്ച് ഈസ് ആക്ച്വലി എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അതിൻ്റെ അധികാരങ്ങളുടെ മേലെ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് ചില എന്താ പറയുക സുപ്പീരിയർ അധികാരങ്ങൾ കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയുന്ന ഒരു വാദവും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതെല്ലാം ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് ഫെഡറൽ പ്രിൻസിപ്പിളിന് എതിരാണ് എന്നുള്ളതാണ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കത് കാണാം ഇനി എന്ത് പറ്റും എന്നുള്ളത്. ആൻഡ് വേറൊരു പ്രധാന ചോദ്യം നാഷണൽ ഇഷ്യൂവും സ്റ്റേറ്റ് ഇഷ്യൂവും തമ്മിലുള്ള, നമുക്കറിയാം ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ പറഞ്ഞു, അവിടെ ഓരോ സമയത്തും ജനങ്ങൾ ഇലക്ഷനെ സമീപിക്കുന്നത് ആ ഇലക്ഷൻ എവിടേക്കുള്ളതാണ് എന്നതിനെ കുറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കാരണം ഒരു നാഷണൽ ഇലക്ഷനാണെങ്കിൽ ജനങ്ങൾ എപ്പോഴും നാഷണൽ ഇഷ്യൂ ആണ് ഫോക്കസ് ഉണ്ടാവുക. നാഷണൽ സെക്യൂരിറ്റി ആരാണ് നല്ലത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലൊരു മാക്രോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആരാണ് നല്ലത്, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഫോറിൻ രാജ്യങ്ങളായിട്ട് നല്ല ബന്ധമുണ്ടാക്കുന്നത് ആരാണ്, ഇതിനു വേണ്ടി ഞങ്ങൾ ആരെ എലക്ട് ചെയ്യണം, ഏത് പാർട്ടിയുടെ MP എലക്ട് ചെയ്യണം എന്നുള്ളതാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പൊതുവേ ഉള്ളൊരു വികാരം. പക്ഷേ റീജിയണൽ ഇലക്ഷൻ വരുന്ന സമയത്ത്, സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്നത് ചോദ്യമേ മാറും അല്ലേ. ആ സംസ്ഥാനത്തിന് വേണ്ടി ആര് നല്ലത് ചെയ്യും, വേറെ റീജിയണൽ ഇഷ്യൂസ് ലൈക്ക് എന്താ പറയുക ആ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ അഗ്രികൾച്ചറൽ ഇഷ്യൂസ്, ആ സംസ്ഥാനത്തെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയായിരിക്കും അവിടെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഇഷ്യൂ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഡൽഹിയിലേക്ക് ഇലക്ഷൻ നമ്മളും എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു ലോക്സഭാ ഇലക്ഷന് 7 സീറ്റും BJP ജയിച്ച് അല്ലെങ്കിൽ NDA ജയിക്കുന്നതിൻ്റെ തൊട്ടടുത്ത വർഷം നടക്കുന്ന ഇലക്ഷനിൽ AAP 68ഉം 69ഉം സീറ്റ് നേടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സോ ജനങ്ങൾ അങ്ങനെ തീർത്തും രണ്ടായിട്ട് തന്നെ 2 ഇഷ്യൂസായിട്ട് ഇലക്ഷനെ കാണുന്ന, ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ ചോദ്യം വരുന്നത്, ഇങ്ങനൊരു ഒരൊറ്റ ഇലക്ഷൻ ആവുന്ന സമയത്ത് നാഷണൽ ഇഷ്യൂസിനൊരു പ്രിഡോമിനൻസ് കിട്ടുന്ന അവസ്ഥയുണ്ടാവും. അത് റീജിയണൽ ഇഷ്യൂസിനെ പിന്നോട്ട് കൊണ്ടുപോകും. അത് റീജിയണൽ വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നാഷണൽ ഇഷ്യൂ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ഇതിന് എതിർവാദവും ഉണ്ട് കേട്ടോ. ലൈക്ക് നമ്മൾ കാണുന്നതാണ് ഒരേ സമയത്ത് നടക്കുന്ന ഇലക്ഷനിൽ നാഷണൽ, ഇപ്പോൾ നമ്മൾ 2019 ഇലക്ഷൻ്റെ സമയത്ത് ഒഡീഷയിൽ നിന്ന് BJDയെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതേ സമയം തന്നെ BJPക്ക് ഒരു ചങ്ക് ഓഫ് സീറ്റുകൾ ഒഡീഷയിൽ നിന്ന് കിട്ടുന്ന അവസ്ഥ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അങ്ങനെ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള, അതായത് ഇത് വെരി ട്രിക്കി ആൻഡ് ഇത് ഭയങ്കര കോൺസ്റ്റിറ്റ്യൂഷനിലെയും ലീഗലിയും സോഷ്യലി എല്ലാം നമ്മളെല്ലാവരും ഇൻവോൾവ് ചെയ്ത് കൊണ്ട് മാത്രം സൊല്യൂഷനിലോട്ട് എത്തേണ്ട ഒരു ചോദ്യമാണെന്നേ ഞാൻ ഈ 1 നേഷൻ 1 ഇലക്ഷൻ പറയുന്നു. ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സീരിയസ് ആയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യനും ഇത് റൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ജനങ്ങളുടെ റൈറ്റ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ആക്ച്വലി ജനങ്ങൾ ഈ ഓരോ ഇലക്ഷനെയും അവർക്കെതിരായുള്ള പോളിസികൾ എടുത്താൽ, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതിരുന്ന ഗവൺമെൻറ്റുകളെ പണിഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ, പണിഷ് ചെയ്യുക ഇൻ ദ സെൻസ് ആ സെൻസിലല്ല, നമ്മുടെ വോട്ട് ചെയ്യലാണല്ലോ നമ്മുടെ എന്താ പറയുക, ഇവിടെ ഡയറക്റ്റ് ഡെമോക്രസി ഇല്ല, നമുക്ക് റൈറ്റ് ടു റീകോൾ ഒന്നുമില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് ഇലക്ഷൻ വഴി നമ്മുടെ വികാരം പ്രകടിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ അതിനെതിരായിട്ടുള്ളൊരു കാര്യമാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ള ഒരു വാദമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, മഹാരാഷ്ട്രയിലെ ഇലക്ഷന് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ വോട്ട് ചെയ്ത ജനങ്ങൾ അതിനുശേഷം അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു മെസ്സേജാണ് കൊടുത്ത്, അല്ലെങ്കിൽ UP നിങ്ങൾ കണ്ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു മെസ്സേജാണ് കൊടുത്ത്, വി ആർ നോട്ട് ദാറ്റ് മച്ച് ഹാപ്പി അബൌട്ട് യുവർ വർക്ക്. സോ ഞങ്ങൾ ഇനി വരുന്ന ഇലക്ഷനിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല. സോ ഗവൺമെൻറ് എന്ത് ചെയ്യും, റീഫോംസ് കൊണ്ടുവരും, ഗവൺമെൻറ് ഗവേണൻസിൽ കൂടുതൽ ശ്രദ്ധിക്കും. സോ ദാറ്റ് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഇടവേളകളിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ്, ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൊടുക്കാനുള്ള അവസരം ഇല്ലാതാകുന്നു 1 നേഷൻ 1 ഇലക്ഷൻ വരുമ്പോൾ എന്നുള്ളതാണ് ഒരു വാദം. ആൻഡ് വേറൊരു കാര്യം, ഈ മിഡ് ടേം ഇലക്ഷൻ വരുന്ന സമയത്ത് ഷോർട്ട് ടേം പോളിസികളിൽ ഗവൺമെൻറ് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇതിന് അവിടെ പറഞ്ഞ വാദം ഒന്നും ഇതായിരുന്നു അല്ലേ, അതായത് എന്താണ്, ഈ എപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോൾ അവർ ഷോർട്ട് ടേം ഇഷ്യൂവിൽ ഫോക്കസ് ചെയ്യും. പക്ഷെ അത് ഇവിടെയും വരുന്നുണ്ട്. ഈ മിഡ് ടേം ഇലക്ഷൻ എന്നുള്ള ടേം ഞാൻ പറയുമ്പോൾ തന്നെ പറഞ്ഞു, എന്താണ് ഒരു അൺഎക്സ്പേർഡ് ടേമിലോട്ടുള്ള ഇലക്ഷനായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അൺഎക്സ്പേർഡ് ടേമിലോട്ട് വരുന്ന ഒരു ഗവൺമെൻറ് എന്തിനാണ് ഫോക്കസ് ചെയ്യുക, അടുത്ത് വരുന്ന 5 കൊല്ലം, ഒരു 2 കൊല്ലം കഴിഞ്ഞ് വരുന്ന ജനറൽ ഇലക്ഷന് വേണ്ടി മാക്സിമം വോട്ട് കിട്ടണം, മാക്സിമം സീറ്റ് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പോളിസികളല്ലേ അവിടെയും എടുക്കുക.
അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? ഇവിടെയും സംഭവിക്കുന്നത് ഷോർട്ട് ടേം പോളിസികളെ പ്രൊമോട്ട് ചെയ്യലാണ് എന്നുള്ളൊരു വാദം ഇവിടെ കിടക്കുന്നു. ആൻഡ് റീജിയണൽ പാർട്ടികളുടെ എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. നിങ്ങൾക്കറിയാം, ഒരു ഒന്നിച്ച് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നു, പഞ്ചായത്ത്, സ്റ്റേറ്റ്, നാഷണൽ. അവിടെ ഈ പറയുന്ന ഫുൾ പൈസയായിട്ട്, ഫുൾ മെക്കാനിസമായിട്ട്, ഫുൾ ഗവൺമെൻറ് സിസ്റ്റമായിട്ട് റോർ ചെയ്ത് വരുന്ന നാഷണൽ ഇഷ്യൂസായിട്ട് റോർ ചെയ്ത് വരുന്ന ആ ഒരു നാഷണൽ പാർട്ടികൾക്കാണോ, അതോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിസോഴ്സുകൾ കുറവുള്ള റീജിയണൽ പാർട്ടിക്കാണോ പെർഫോം ചെയ്യാൻ പറ്റുക? അതൊരു വലിയ ചോദ്യമാണ്. പിന്നെ ഇതിനൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലുണ്ടോ, അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇൻക്ലൂഡിങ് ഇപ്പോൾ EVM എല്ലാം എന്താ പറയുക, ഹാക്ക് ചെയ്യപ്പെടാനുള്ള അവസരങ്ങളെ ഒരു സംശയത്തോടെ കാണുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുള്ള സമയത്ത് അതൊക്കെ പൂർണ്ണമായും പരിഗണിച്ചിട്ടാണോ ഈ ഒരു ബില്ല് കൊണ്ടുവന്നുള്ള എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ അതിനുള്ള മെജോറിറ്റി കിട്ടുമോ എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം ഇത്രയും ഇഷ്യൂ ഇതിനെതിരെ പറയുന്നുണ്ട്. അവിടെ അറിയേണ്ടത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ, അതായത് ലോകസഭയിലോട്ടോ നിയമസഭയിലോട്ടുള്ള സൈമൾട്ടേനിയസ് ഇലക്ഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണം. പക്ഷെ അത് അണ്ടർ ആർട്ടിക്കിൾ 368 ഒരു സ്പെഷ്യൽ മെജോറിറ്റി, അതായത് ടോട്ടൽ നമ്പറിൻ്റെ പകുതിയും 2/3% വോട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പാർലമെൻറ്റ് 2 സഭകളിലും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം നടത്താം. ഞാൻ പറഞ്ഞ phase 1 നടപ്പിലാക്കാം. പക്ഷേ phase 2 വരുമ്പോൾ വേറെ ലോക്കൽ ഗവൺമെൻറ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഇഷ്യൂ ആയതുകൊണ്ട്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ആ അമെൻമെൻറ്റ് നടത്തണമെങ്കിൽ പാർലമെൻറ്റിൽ ഈ അണ്ടർ ആർട്ടിക്കിൾ 368 ഉള്ള ടോട്ടൽ മെജോറിറ്റി അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റി പ്ലസ് 2/3 ആൻഡ് പ്രസിഡന്റ് വോട്ടിംഗ് സാറ്റിസ്ഫൈ ചെയ്യണം. അതേസമയം തന്നെ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ സമ്മതം കൂടെ ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സിംഗിൾ ഇലക്ട്രൽ റോൾ എന്നുള്ള ഐഡിയയും അതുപോലെ തന്നെ ഒരു സിംഗിൾ ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള ഐഡിയ എല്ലാം നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? സംസ്ഥാനത്തിൻ്റെ സമ്മതം കൂടെ കിട്ടണം. അതുകൊണ്ട് ഇത്രയും ഇഷ്യൂസ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ, ഇത്രയും ചർച്ചകൾക്ക് സമയം വന്നു തന്നെ ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട് ഇതൊരു JPCക്ക് വിടാം, അല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടാം. ആൻഡ് ഇപ്പോൾ പാർട്ടികളെല്ലാം അവരുടെ മെമ്പേഴ്സിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ടു ജോയിൻ പാർലമെൻ്ററി കമ്മിറ്റി. കമ്മിറ്റി സ്റ്റേജിലാണ്, കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനുശേഷം വീണ്ടും പാർലമെൻറ്റിലോട്ട് വരുമ്പോൾ കൂടുതൽ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ സിസ്റ്റം മാറുമായിരിക്കും, ചിലപ്പോൾ ഇത് വേണ്ട എന്ന് വെക്കുമായിരിക്കും. എനിവേ പാർലമെൻറ്റിലോട്ട് വരുന്ന സമയത്ത് ഈ 2 സഭകളിലും ഇത് പാസ്സാക്കി എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ബില്ല് ഇല്ലാതെയാവും. അപ്പോൾ അതെല്ലാം വെയിറ്റിങ്ങിലാണ്. നമുക്ക് കാണണം, നിലവിൽ JPCക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഗവൺമെൻറ്റും പാർലമെൻറ്റും എത്തിയിരിക്കുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള സ്റ്റേജിലോട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ UPSC 2017 ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുവാണ്. ആൻസർ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഫേവറേറ്റ് ടോപ്പിക്കാണ് PSCയുടെയും. അതുകൊണ്ട് തന്നെ PSC കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ഷനിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്നല്ല ഒരുപാട് ചോദ്യം വന്നു. സോ 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് ഇനി വരുന്ന പരീക്ഷകൾക്ക് ഒരു വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഈ വീഡിയോ കുറച്ചുകൂടെ സമയത്ത് അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഫോർ 1 ഇയർ. കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വീണ്ടും ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്, അതുപോലെ വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കറൻ്റ്ലി റെലവൻ്റായ എക്സാം റെലവൻ്റായ ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ഇതേ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടിട്ട് വേണം ഇത് വാച്ച് ചെയ്യുന്നത് നിർത്താൻ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ബാച്ചുകൾ റണ്ണിങ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇനി അധികം സമയമില്ല, അതേ നോട്ടിഫിക്കേഷനൊക്കെ എത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും അതുകൂടെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. വീണ്ടും കാണാം.